ഹായ് ഡിയർ, സാരിയാണ് ഫ്രം ആരിസോൾ. ഇനി നമുക്ക് രാവിലെ തന്നെ എനിക്കൊരു അബദ്ധം പറ്റിയ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മുടെ ടിപ്സ് ചാനലിലേക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു. കാരണം എന്നും രാവിലെ ഇവിടെ 9 മണിയാകുമ്പോഴേക്കും 2-3 പേർക്കും പോകണം. പിള്ളേർക്കും പോകണം, ഇക്കാക്കും പോകണം ഓഫീസിൽ. പിന്നെ ലഞ്ചൊക്കെ ആയിട്ടാണ് അവർ പോണത്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അന്നേരം തിരക്കുള്ള സമയത്ത് യാതൊരുവിധ പരീക്ഷണങ്ങൾക്കും സാധാരണഗതിയിൽ ഞാൻ പോകാറില്ല. അപ്പോൾ എല്ലാവരും വീഡിയോസ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സത്യത്തിൽ ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ അത് ശരിയായില്ല. എനിക്ക് കുറച്ച് കുറച്ച് പണി കിട്ടി, നല്ല രീതിയിൽ പണി കിട്ടി. അപ്പോൾ പണി കിട്ടിയത് എന്താണെന്ന് നമ്മുടെ വരുന്ന വീഡിയോസിൽ, പുറകെ വരുന്ന വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു വീഡിയോയുടെയും കുറ്റം പറയുന്നതല്ല. കാരണം ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ തെറ്റുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല പണിയായിപ്പോയി. രാവിലെയുള്ള തിരക്കിൻ്റെ ഇടയിൽ ശ്വാസം പിടിച്ചുള്ള ഓട്ടത്തിലായിപ്പോയി രാവിലെ. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതിനേക്കാൾ മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ എനിക്ക് എന്താണ് തെറ്റുപറ്റിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ രാവിലെയുള്ള സമയത്ത് ട്രൈ ചെയ്ത് നോക്കുന്നതിനേക്കാൾ നല്ലത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വേറെ ഏതെങ്കിലും രീതിയിൽ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്ത് കളയരുത്. അവർ വിശന്നിട്ട് ഭക്ഷണമില്ലാത്തവരെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ കുറിച്ച് ഓർക്കുക. നമ്മൾ ഒരു ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കാണിച്ചു തരാം. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. പിന്നെ ഒരു വീഡിയോയും അല്ലെങ്കിൽ ഒരാൾക്കാരെയും ഒന്നും കുറ്റപ്പെടുത്തിയിട്ടുള്ള വീഡിയോ അല്ല. എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞായറാഴ്ചയുടെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ട പോലെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഉപ്പിട്ട് കൊടുക്കുക. അത്യാവശ്യം ചൂടുള്ള വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നോർമൽ എല്ലാവരും ചപ്പാത്തി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുക. നല്ല ഒരു സ്മൂത്തായിട്ട് നല്ലൊരു പഞ്ഞി പോലുള്ള സംഭവം ആക്കിയിട്ട് മാവ് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. അതിന് ഒരു സ്പൂൺ ഓയിലൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കുന്നില്ല, നമ്മളിപ്പോൾ തന്നെ എടുക്കുകയാണ്. ഇനി നന്നായിട്ട് കുഴച്ചെടുത്ത ഈ മാവ് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. സാധാരണ നമ്മളെങ്ങനെയാണോ ചപ്പാത്തി മാവ് ഉരുട്ടിയെടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഓരോരോ തുല്യ അളവിലുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി ഇതേപോലെ എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ഉരുട്ടുന്നത് നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് മതി കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം നോർമലി നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു പ്രസ് എടുക്കുക. അതിനകത്തേക്ക് ഒരു നുള്ളു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. നടുക്ക് ഭാഗത്ത് നമ്മുടെ ഒരു ബോൾ മാവ് വെക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു ഭൂരിയുടെ വലുപ്പത്തിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മുടെ ചപ്പാത്തിയിൽ ട്വിസ്റ്റ് നടക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കാൻ മറക്കരുത്. നമ്മൾ സമൂസക്കൊക്കെ പണ്ട് ഷീറ്റ് തയ്യാറാക്കൂലേ, ആ ഒരു ടിക്കാണ്. ഞാൻ ഇതേപോലെ തന്നെയാണ് സമൂസക്ക് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മാവുകളും ഇതേപോലെ ഒന്നിന് മുകളിലൊന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് ഓയിലിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 4 സെറ്റ് ഞാൻ 5 ബോൾ വെച്ചിട്ട്, ഒരു സെറ്റിൽ 5 ബോൾ വെച്ചിട്ട് ഒരു 4 സെറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നും എങ്ങനെയാണ് പരത്തുന്നതെന്നും നോക്കാം കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ ആ ഒരു സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് നമ്മുടെ മാവ് തൂക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അപ്പോൾ നോർമലി നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പത്തിൽ വേണോ ആ രീതിക്ക് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു 4 സെറ്റും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ആ ഒരു സംഭവത്തിലേക്ക് കടക്കുന്നത്, ചുട്ടെടുക്കുന്ന സംഭവം. ഇതിലാണല്ലോ മുഴുവനും പരിപാടിയും ഇരിക്കുന്നത്. ഇവിടെ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു ഈസി ചപ്പാത്തിയുടെ എല്ലാ സംഭവങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ് അർത്ഥം. അപ്പോൾ ഞാനിപ്പോൾ 2 കല്ല് വെച്ചിട്ടുണ്ട്. നോർമലി ഇവിടെ അങ്ങനെ എണ്ണയില്ലാത്ത ഓയിൽ ഒഴിച്ചില്ലാത്ത ചപ്പാത്തിനോട് താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ്, എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയോ
നെയ്യോ എന്താണോ അത് ഒഴിച്ചിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടി മറ്റേ കല്ലിൽ വെച്ചേക്കുന്നത് അതിനകത്ത് എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും പതുക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും മുകളിലത്തെ ചപ്പാത്തി ഒരുവിധം ഇങ്ങനെ വിട്ട് വരുന്നതൊക്കെ കാണുന്നുണ്ട്, ഓരോ കോർണറിൽ നിന്നായിട്ട് ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പിയായി, എളുപ്പത്തിൽ പണി കഴിയുമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഞാനിതുപോലെ പതുക്കെ വലിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വലിച്ചു തുടങ്ങുമ്പോൾ വിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ സംരംഭം നമ്മൾ സന്തോഷത്തോടും കൂടി അതിനെ വരവേറ്റു എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേർപെടുത്തി എടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇപ്പുറത്തെ കല്ലിലിട്ട് അത്യാവശ്യം എണ്ണയൊക്കെ തടവി അതിന് ചുടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി കൂടി വിട്ട് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും തിരിച്ചിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും തിരിച്ചിട്ടു. എൻ്റെ കൈയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഇതേപോലെ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. വലിയ പ്രശ്നമില്ല, നമ്മളുണ്ടാക്കുന്ന അത്രത്തോളം പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടി വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ചപ്പാത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ കിട്ടിയാൽ ഇത് സക്സസ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ എന്താ പറയുക, ഓരോ നിമിഷം കഴിയുന്തോറും ചപ്പാത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. ഇതും വലിയ പ്രശ്നമില്ലാണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോഴും നമ്മുടെ ആ ഒരു താഴത്തെ ചപ്പാത്തിയുടെ കാൽഭാഗം ഉള്ളുഭാഗത്തു നിന്ന് കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് ഈ ചപ്പാത്തി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ ഇപ്പോഴത്തെ കല്ലിനകത്തിട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ചപ്പാത്തി എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിനെയും ചുട്ടെടുത്തു, അത്ര കനമൊന്നും ഇല്ലാത്ത രീതിയിൽ. പക്ഷേ ഈ ഒരു ചപ്പാത്തി ഞാൻ കുറച്ച് മെനക്കെട്ടെന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ല, അടർന്ന് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. വെക്കുന്തോറും കയ്യൻ്റെ ഇങ്ങനെ പൊള്ളിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നുള്ളി നോക്കിയിട്ടും അതിങ്ങോട്ട് അടർന്ന് പോകുന്നില്ല. പിന്നെ അധികം ഞാൻ വലിച്ചു കഴിയുമ്പോഴേക്കും ചപ്പാത്തി ഇങ്ങോട്ട് നുറുങ്ങി പോരുന്നുള്ളൊരവസ്ഥയിലേക്കായി. ഒടുക്കം രണ്ടും കൽപ്പിച്ച് ഞാൻ പതുക്കെ പതുക്കെ ഓരോന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രീതി കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പറ്റുമായിരിക്കും ചപ്പാത്തി എങ്ങനെയാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. ആകെ കുളമായ രീതിയിലേക്ക് പീസായിട്ട് പല രാജ്യങ്ങളുടെ ഭൂഖണ്ഡ രൂപേണ നമുക്ക് ഇതിനെ കിള്ളിയെടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. ഇതെങ്ങനെ ഞാൻ മേശപ്പുറത്ത് കൊണ്ട് വെച്ച് കൊടുക്കൂ എന്നുള്ളതായിപ്പോയി. വലിയ ആൾ യൂട്യൂബ് പരീക്ഷണങ്ങളൊക്കെ നടത്തി കുളമാക്കി വെച്ചു എന്നുള്ളത് കേൾക്കണം. പിന്നെ പരിഹാസഭാവങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്തായാലും കേൾക്കും, കളിയാക്കികൾ നന്നായിട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇത് പതുക്കെ വീണ്ടും കിള്ളിയെടുക്കാനായിട്ട് നോക്കി. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്തു. അല്പം കട്ടി ഉണ്ടാവുന്നല്ലേ ഉള്ളൂ, ഇത് തന്നെ എടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ കല്ലിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. എങ്കിലും പ്രതീക്ഷ നശിപ്പിക്കാതെ മറ്റേ ചപ്പാത്തിയുടെ സെറ്റും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം കഴിയും തോറും ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നല്ല ടെൻഷനായി തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരത്തേക്ക് ടെൻഷൻ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ നിന്നില്ല. എന്നുവെച്ചാൽ താമസിക്കും തോറും നമുക്കിവിടെ ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരൊക്കെ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വേഗം ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ ചപ്പാത്തിയൊക്കെ ഏകദേശം എല്ലാം ചുട്ട് കഴിഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ കൈയൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. ഇതിപ്പോഴും ഇതിനകത്തൊന്നും ഓരോന്നും വിട്ട് കിട്ടുന്നില്ല. കണ്ടില്ലേ, ചപ്പാത്തി വടി പോലായി. ചപ്പാത്തിയൊക്കെ നല്ല വടി പോലെ ആയിട്ടുണ്ട്. എല്ലാം ഈ ഒരു രൂപത്തിലാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ 2 3 ഒട്ടിയിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ബാക്കി പൊടി പുട്ടുണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിട്ട് നല്ല ചീത്ത കേൾക്കും. അപ്പോൾ താഴത്ത് കുറച്ച് നേരം ചൂടത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ സോഫ്റ്റ് ആകുമെന്ന് നോക്കട്ടെ. സോഫ്റ്റ് ആയിട്ട് നമുക്ക് തിന്നുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒട്ടും സമയമില്ല, രാവിലെ ആയതുകൊണ്ട് സ്കൂളിലൊക്കെ പോകേണ്ടതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പുട്ടെങ്കിലും കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് സംഭവിച്ച കാര്യം പറയാം കേട്ടോ. ഞാൻ പുട്ടുണ്ടാക്കിയിട്ട് ബാക്കി കഥ പറയാം. പിന്നെ ഒട്ടും താമസിച്ചില്ല, കുറച്ച് മാവെടുത്ത് വേഗം നനച്ചിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങന് സെപ്പറേറ്റ് ആയിട്ട് ഇടാനൊന്നും നേരം കിട്ടിയില്ല. അപ്പം മാവ് കുഴക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് തേങ്ങ അങ്ങോട്ട് ചുരണ്ടിയിട്ടിട്ട് വേഗം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അല്ലാതെ ഇനിയിപ്പോൾ ഒന്നിനും സമയമില്ല എന്ന് വിചാരിച്ചു. പുട്ടെങ്കിൽ പുട്ട് എന്തെങ്കിലും കൂട്ടി പോകുന്നവർക്ക് രാവിലെ കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ മാവൊക്കെ സെറ്റാക്കി എടുത്തു. പുട്ടിങ്ങനെ വേഗം മാറി ഞാൻ അടുപ്പിലേക്ക് വെച്ചു. അടുപ്പിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മേശപ്പുറത്തേക്ക് ബാക്കിയൊക്കെ വെക്കുന്ന സമയം കൊണ്ട് ഇത് ആവി കയറുമല്ലോ. അപ്പോൾ അത്രയും നേരം നമുക്ക് വഴക്ക് കേൾക്കില്ലല്ലോ എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ വേഗം വെച്ചത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പുട്ട് ഇവിടെ ആവട്ടെ. ഇപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി
അപ്പോൾ ദേ നമ്മുടെ പുട്ടിൻ്റെ ഏകദേശം ഇത്രയും കണയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ വൈറൽ ചപ്പാത്തിയുടെ രൂപം നമുക്ക് നോക്കാം. നിങ്ങൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല വട്ടി പോലെയാണ്. പിന്നെ പല പല പീസുകളായിട്ട്. ഇതിപ്പോൾ അരിശ്രീ അശോകൻ മറ്റേ തിളക്കത്തിൽ പറഞ്ഞതുപോലെ അരിശ്രീ അശോകൻ്റെ ആ ഒരു തയ്യൽക്കടയിൽ കയറിയിട്ട് സലീം കുമാർ വെട്ടിയെടുത്തതുപോലെ ആയിപ്പോയി. തുണി വെട്ടിയെടുത്തതുപോലെ രൂപത്തിലാണ് ചപ്പാത്തി ആയത്. ഓരോ ചപ്പാത്തിയും 2-3 ലെയർ അടുക്കി വെച്ചതുപോലെ നല്ല കനത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഇങ്ങനെ കനമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ കളിയാക്കൽ കേൾക്കേണ്ട വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സമയമൊന്നും ഇല്ലാത്ത സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഞാൻ എൻ്റെ കൈകൊണ്ട് തെറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടാവാൻ ചിലപ്പോൾ ഇങ്ങനെ വന്നത്. എനിക്ക് ശരിയായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഞാൻ മാർക്ക് കൊടുക്കില്ല കേട്ടോ. ഇതിനൊരു ഡിസ്ലൈക്ക് തന്നെ ഞാൻ കൊടുക്കുള്ളൂ. ഇത് കണ്ടില്ലേ, പൊടിഞ്ഞ് നല്ല എന്താ വട്ടി പോലെ ആയതുകൊണ്ടാണ് അങ്ങനെ പൊടിഞ്ഞു പോണത്. ചവച്ചൊക്കെ തിന്ന് വരുമ്പോഴേക്കും ഒരുവിധം ആകും ഇത്. അതുകൊണ്ട് ഞാനിതിന് ഡിസ്ലൈക്ക്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പുട്ടും കൂടി ഒന്ന് വേഗം ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ എന്താണ് എനിക്ക് പറ്റിയ അബദ്ധമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നല്ല തിരക്കുള്ള സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിരക്കൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന വൈകുന്നേരത്തൊക്കെ സമയത്ത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാവൊന്നും എടുത്തിട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രമിക്കരുത്. ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്ത് ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു വീഡിയോസിനെയും ഒരു വ്യക്തിയെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഓരോ നിമിഷവും മൂവിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ആസ്വദിച്ച് സന്തോഷത്തോടും കൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എല്ലാ പ്രതിസന്ധികളും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇത്രയും നാൾ മുമ്പ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്രയും വേദനിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടബോധം മനസ്സിലുണ്ടാവും. നമ്മുടെ ലൈഫിൽ നല്ല സമയം ഇങ്ങനെ വിഷമിച്ച് കളഞ്ഞല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ആരും അങ്ങനെ ഇരിക്കാതിരിക്കുക. പ്രസൻറ്റ് മൊമെൻറ്റ്സ് ഒക്കെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആര്യ ഫ്രം ആര്യ 7. താങ്ക് യു.